ഗുഡ് മോർണിംഗ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വായിൽ കപ്പലോടിക്കാൻ പറ്റുന്ന അത്രയും വെള്ളം നിറയ്ക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വേറെ ഒന്നല്ല, നമ്മുടെ ഉപ്പുമാങ്ങ ചമ്മന്തിയാണ്. ഉപ്പുമാങ്ങ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് ഉടച്ച് ഒരു ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്. അതല്ല, ഉപ്പുമാങ്ങയും തേങ്ങയും അതുപോലെ തന്നെ മുളകും എല്ലാം ചേർത്ത് അരച്ച് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ്. പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ നന്നായിട്ട് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നിങ്ങളുടെ വായിലും ഉറപ്പായിട്ടും വെള്ളം വരും. ഉണ്ടാക്കി കഴിക്കുമ്പോൾ അല്ല, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് പോകും. അതുപോലെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഉപ്പുമാങ്ങ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഉപ്പുമാങ്ങ നമുക്ക് അടുത്തുള്ള ഷോപ്സിലോ സൂപ്പർ മാർക്കറ്റിലോ ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു ചമ്മന്തി ട്രൈ ചെയ്തോളൂ. ഉപ്പുമാങ്ങ ചമ്മന്തി എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഉപ്പുമാങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 പച്ചമുളക്, നമ്മുടെ എരിവനുസരിച്ച് പച്ചമുളക് എടുക്കാം. പച്ചമുളകിനേക്കാൾ നല്ലത് കാന്താരി മുളക് കിട്ടുകയാണെങ്കിൽ അത് എടുക്കാം കേട്ടോ. അപ്പോൾ കാന്താരി മുളക് ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ചമുളക് എടുക്കാം. പിന്നെ ഒരു മീഡിയം വലിപ്പമുള്ള ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു പിടി ഉള്ളി, അതായത് ഒരു 10-12 ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണെങ്കിൽ 15 മുതൽ 20 ഉള്ളി വരെ എടുക്കാം. ഉള്ളി ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. സവോള ചേർക്കരുത്. 4-5 ഇതിൽ കറിവേപ്പില, 1/4 കപ്പ് തേങ്ങ ചിരവിയത്. ഇത്രയും മാങ്ങയ്ക്കാണ് 1/4 കപ്പ് തേങ്ങ ചിരവിയത്. മാങ്ങ കൂടുതൽ എടുക്കുകയാണെങ്കിൽ 1 കപ്പ് വരെ തേങ്ങ ചിരവിയത് ചേർക്കാം. അപ്പോൾ ഇത് ഞാൻ 2 വർഷം മുന്നേ ഉപ്പിലിട്ട് വെച്ചിരുന്ന മാങ്ങയാണ് കേട്ടോ. ഇപ്പോഴൊന്നും ഉപ്പിലിട്ട് വെച്ചിരുന്ന മാങ്ങയല്ല. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പുമാങ്ങ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ചമ്മന്തി റെഡിയാക്കിക്കോളൂ. ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഈ ഉപ്പിലിട്ട് വെച്ചിരുന്ന മാങ്ങ ഉണ്ടല്ലോ, ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പ് മാത്രം ചേർക്കരുത് ഉപ്പുമാങ്ങ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ. അത് മാത്രമേ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ നന്നായിട്ട് അരഞ്ഞു പോകരുത് കേട്ടോ. ഒരു ചെറിയ തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ മാങ്ങയുടെ സീസണാണ്. എല്ലാവരും മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ മാങ്ങ കിട്ടാത്ത സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാങ്ങയുടെ സീസണായി തുടങ്ങുമ്പോഴൊക്കെ തന്നെ നമുക്ക് ഈ ഒരു മാങ്ങ ഉപ്പിലിട്ട ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ അരച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. നമ്മൾ ഉപ്പുമാങ്ങ മുഴുവനും ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ പച്ചമുളക് വലുത് മാത്രം ഞാനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിടുന്നുണ്ട്. അതുപോലെ ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടുന്നുണ്ട്. പിന്നെ ഉള്ളി മുഴുവനെയാണ് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ തേങ്ങ ചിരവിയത്. ഇത് ഒരുപാട് അരച്ചെടുക്കാതെ ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്ത് ഒതുക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഉപ്പുമാങ്ങ ചമ്മന്തി ഇതാ റെഡി ആയി വന്നു. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഉപ്പ് കൂടുതലാണ് കേട്ടോ. ഉപ്പുമാങ്ങ ചമ്മന്തി എന്ന് പറയുമ്പോൾ ഉപ്പ് എപ്പോഴും മുന്നിൽ നിൽക്കുമല്ലോ. ഉപ്പ് കുറയ്ക്കാൻ നമുക്ക് വഴി എന്താണെന്ന് വെച്ചാൽ കൂടുതൽ തേങ്ങ ചേർത്ത് അരയ്ക്കുക എന്നുള്ള ഒരു വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ തേങ്ങ ചേർത്ത് അരയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചമ്മന്തിയുടെ ടേസ്റ്റ് കുറയും. നമുക്ക് കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ കഞ്ഞിയിൽ ഉപ്പിടാതെ ഈ ഒരു ചമ്മന്തി ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. ചോറിലാണെങ്കിലും ഉപ്പിടാതെ നമുക്ക് ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ നല്ല പെർഫെക്റ്റ് ആണ്. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഞാൻ ഇതുപോലൊന്ന് എടുത്ത് ഉരുട്ടി കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൊതി വരണ്ടേ. ഉപ്പുമാങ്ങ ചമ്മന്തി എന്ന് പറയുമ്പോൾ തന്നെ നല്ല കൊതി വരുന്ന റെസിപ്പിയാണ്. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് അരഞ്ഞു പോയിട്ടില്ല, കണ്ടോ. നന്നായിട്ട് ഉള്ളിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ആ പച്ചമുളകും ഉള്ളിയും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. ഉപ്പുമാങ്ങ കിട്ടുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരുടെയും വായിൽ കപ്പലൊടിക്കാനുള്ള വെള്ളം വരുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ മാങ്ങ എങ്ങനെയാണ് ഉപ്പിലിടുക എന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കണ്ടിട്ട് മാങ്ങയൊക്കെ കിട്ടുമ്പോൾ മാങ്ങ വാങ്ങിച്ച് ഉപ്പിലിടുക. അപ്പോൾ അല്ലെങ്കിൽ മാങ്ങയൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ മാങ്ങ പറിച്ച് ഉപ്പിലിട്ട് വയ്ക്കുക. നമുക്ക് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.